എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക, ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 8-ാം തീയതിയോടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് 7-ാം തീയതിയോടെ അറിയാമെങ്കിലും ജൂലൈ 8, 9 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുക. അതിനുശേഷം ഏകദേശം ജൂലൈ 10-ാം തീയതിയോടെയാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ സാധാരണഗതിയിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമുള്ള വേക്കൻസിയിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി ഇതുപോലെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക്, അതായത് ഇതുപോലെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ള രീതിയിലൊന്നുമല്ല പ്രസിദ്ധീകരിക്കുക. അതായത് ഓരോ കോഴ്സിലും എത്ര വീതം സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള രീതിയിലാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് എത്ര സീറ്റിലേക്ക് വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വേക്കൻസി ഉള്ള സ്കൂളിലും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഒന്നാമതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് ഹയർ സെക്കൻഡറിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകാൻ സാധിക്കുക. അതായത് ഹയർ സെക്കൻഡറിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് സാധാരണ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവസരം നൽകാറില്ല. എന്നാൽ ഇത്തവണ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരുന്ന സമയത്ത് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ അപേക്ഷ നൽകാൻ സാധിക്കും എന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ആദ്യ ട്രാൻസ്ഫർ വരുന്നത് സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ മാറാൻ സാധിക്കും, അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും മാറാൻ സാധിക്കും. ഈ ഒരു രീതിയിലുള്ള ട്രാൻസ്ഫറാണ് ആദ്യം വരുന്നത്. അതായത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമതായിട്ട് വരുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ, അതായത് ജില്ല സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ്. ജില്ലയും കോഴ്സും സ്കൂളും എല്ലാം മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് ആ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു HSCAP വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൂടെയോ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ ഓപ്ഷൻ കോഡ്, അതായത് കോഴ്സിന് കോഡ് ഉണ്ട്, അപ്പോൾ ആ ഒരു കോഡ് എന്നിവ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സ്കൂൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് HSCAP വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ വഴിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫോം തരും. ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളും മാറാം, കോഴ്സും മാറാം. അതായത് ഈ ഒരു 4 രീതിയിലാണ് മാറാൻ സാധിക്കുക. ആദ്യത്തെ ട്രാൻസ്ഫറിൽ, അതായത് നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അതായത് കോഴ്സ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, അതുപോലെ തന്നെ സ്കൂൾ മാറുന്നില്ല. അതുപോലെ നിലവിൽ ലഭിച്ച സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് ചേഞ്ച് ആവാതെ മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് കോഴ്സും സ്കൂളും ചേഞ്ച് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 തരത്തിലാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള 3 ഓപ്ഷനുകളും മറ്റൊരു ജില്ലയിലേക്ക് വെക്കാൻ സാധിക്കുന്നതാണ് ജില്ലാ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലുള്ള അപേക്ഷ ഈ ഒരു ജൂലൈ 10-ാം തീയതിയോടെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്കൂളിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് എത്ര വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വെക്കാം എന്നുള്ളൊരു സംശയം ഉണ്ടാകും. നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷമായിരിക്കും എനിക്ക് ആ കോഴ്സ് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സാണ് കിട്ടിയത് എന്നൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും സ്കൂളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവൂ. താല്പര്യമില്ലാത്ത ഓപ്ഷൻസ് ഒരിക്കലും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വെക്കാനായിട്ട് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കും, ആ ഒരു കോഴ്സ് പഠിക്കുമെന്ന് ഉറപ്പുള്ള കോഴ്സുകൾ മാത്രമാണ് ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ട്രാൻസ്ഫർ കിട്ടിയ ശേഷം പിന്നീട് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയത് എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക്
ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ കാണാൻ സാധിക്കുന്നത് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, ഇപ്പോൾ ഉള്ള +1 അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകുകയും അതിനുശേഷം നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂള് അതുപോലെ തന്നെ കോഴ്സ് കോമ്പിനേഷൻ എന്നിവയുടെ ഡീറ്റെയിൽസും ചോദിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ്, അത് നിങ്ങൾക്ക് എവിടേക്കാണോ അലോട്ട്മെൻറ്റ് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകാനുള്ള ബോക്സ് കാണാൻ പറ്റും. അതിൽ സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പുറത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലൊരു ബോക്സ് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് കോമ്പിനേഷനിലാണ് ആ ഒരു സ്കൂൾ ഉള്ളത് ആ ഒരു കോഴ്സ് വരുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വെക്കേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും അടുത്തതായിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണോ വേണ്ടത് ആ ഒരു സ്കൂളിലെ കോഡ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്കൂളിൽ വേണ്ട കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും താഴെ ലിസ്റ്റഡ് ആയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പോകുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ അതുപോലെ സ്കൂളിൻ്റെ കോഡ് അതുപോലെ തന്നെ കോഴ്സ് എന്നിവ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റഡ് ആയിട്ട് വന്ന ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അതായത് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ വെച്ച ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്, മാറ്റേണ്ടതില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. കാരണം പല വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാലോ നിങ്ങൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയുവാനോ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സ്കൂൾ തന്നെയാണോ വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഈ ഒരു ജൂലൈ 10-ാം തീയതി മുതലാണ് നൽകാൻ സാധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് VHSC to HSC, HSC to VHSC ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാറണം, HSCയിലേക്ക് മാറണം എന്നാണെങ്കിൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുക. അതുപോലെ നിലവിൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി ആണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക. അപ്പോൾ ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രീതിയിൽ +1 ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ഒരു ട്രാൻസ്ഫർ എന്ന രീതിയിലുള്ള ഒരു അലോട്ട്മെൻറ്റ് നടക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് അപേക്ഷിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജൂലൈ 4-ാം തീയതിക്കകം നിങ്ങളുടെ അപേക്ഷകൾ ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് മാത്രമല്ലേ നൽകിയത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അല്ല, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെക്കുന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും സ്കൂളും മാത്രമേ വെക്കേണ്ടതുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂലൈ 10-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഈ ഒരു രീതിയിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ ഉണ്ടാവാറുള്ളത്. നിലവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫർ ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.